ഓ, യു ഓൺ ടൈം. എന്താ സർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ടിരിക്കാമോ? വൈ നോട്ട്? ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാന്ത, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സർ, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷേ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ, ഈ കരയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയില്ലേ, കരയില്ലേ, കരയില്ലേ? നീ എന്ത് ചെയ്തടാ ഞങ്ങളുടെ കുഞ്ഞിനെ? മാഡം ഒന്നുമില്ല. സാറ് വെറുതെ. നീ ഒന്നും മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി അവനെ ഇത്രയും വഷളാക്കിയത്. കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ കളിച്ച് കളിച്ചവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. പിന്നെ എന്തിനാളില്ലാത്ത സമയത്ത് നീ ഇവിടെ വന്നു? ആ, അതൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്. ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട, കേട്ടെടുത്തോളം മതി. അയ്യടാ, കശാപ്പുകാരന്റെ ഒരു സുവിശേഷം. പിടിക്കപ്പെട്ട പോന്റെ വേഷം കെട്ട് കണ്ടില്ലേ? വിളിക്കടി പോലീസിനെ. ഈ പെണ്ണുങ്ങൾ എന്ത് ഭാവിച്ചാ? നിരോഷ ഒന്ന് പറയേ. നീ ഒന്നും പറയണ്ടടാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് കള്ളം പറയാൻ വയ്യ മാഡം. ഒന്നും പറയണ്ട, പറഞ്ഞോളാം. വണ്ടി കയറടാ. സാർ, എനിക്ക് ഒന്നും അറിയില്ല സാർ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വെറുതെ ഇത് ചതിയാണ്. വന്ന് വണ്ടി കയറടാ. സാവിത്രി, ചെറിയൊരു ഫോർമാലിറ്റി, മെഡിക്കൽ ചെക്കപ്പ്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തിട്ട് അപ്പൊ തന്നെ വിട്ടേക്കാം. ചെല്ലു മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അവര് പറഞ്ഞില്ലേ ജസ്റ്റ് ഫോർ ഫോർമാലിറ്റീസ്. ഗംഗേ, നീ കൂടെ ചെല്ലു. മോക്ക് പേടിയാ, ആദ്യമായിട്ടാണേ, അതുകൊണ്ടാ. ചെല്ലു ഒരു കീഴുദ്യോഗസ്ഥയായ യുവതിയെ പീഡിപ്പിച്ച ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മങ്കര സഹകരണ ബാങ്കിലെ മാനേജറായ ഗോവിന്ദൻകുട്ടിയാണ് ബാങ്കിലെ ജീവനക്കാരിയായ നിരോഷയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത്. ജോലി സ്ഥലത്ത് വെച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന നിരോഷയെ പ്രതി ദർശൻ നഗറിലുള്ള അവരുടെ വില്ലയിൽ അതിക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദൻകുട്ടിക്കെതിരെ നിരോഷ വനിതാ കമ്മീഷനിൽ 2 മാസം മുമ്പ് പരാതി നൽകിയിരുന്നു. പീഡനത്തിനിരയായ നിരോഷ സ്ത്രീ സമത്വവേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണെന്നുള്ളത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ സമത്വവേദിയുടെ ചെയർപേഴ്സൺ നയനകുമാരി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതിനാൽ കൊലപാതക ശ്രമത്തിൽ നിന്ന് നിരോഷ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് വസുന്ധരയിലേക്ക്. ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി നിരോഷ, ഞങ്ങൾക്ക് അവള് മോളെ പോലെയാ. ഞങ്ങൾ എത്തിയത് കാരണം അയാൾക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി അവള് ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? പീഡനത്തിനിരയായ നിരോഷയെ പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. മാഡം, പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഇന്റർകോഴ്സ് നടന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇതാദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല. ഇതിനു മുമ്പും പെൺകുട്ടി പലതവണ അതിക്രമത്തിന് വിധേയായിട്ടുണ്ട്. മോളെ, എന്താ നിന്റെ ഭാവം? നീ എങ്ങോട്ടും മോളെ രാത്രിയില്? ഞാൻ പോവാമേ.
ഇനി ഒരു നിമിഷം എനിക്ക് അയാളുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോളെ, ഈ അവസരത്തിൽ നീ പോകരുത്. ഇതിലെന്തോ ചതിയുണ്ട്. ഇത് അവനല്ല, അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അയാൾ ഒരാളെ കൊന്നിട്ട് വന്നാ കൂടി ഞാൻ സഹിച്ചേനെ മോളെ. പക്ഷെ ഇത് ഒരു കണക്കിന് ഒരു അഡ്മിഷൻ ഒപ്പിച്ചെടുത്തു. സൗകര്യമുള്ള മറ്റൊരിടം കിട്ടുന്നത് വരെ മഞ്ജു ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വാ കേറാം, മേട്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ വാ. മോനെ, എന്താടാ മോനെ ഇതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ നിന്റെ ഈ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ വീട്ടിൽ മതിയെന്ന്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ. കുറെ സമത്വവാദി തെണ്ടികൾ വിചാരിച്ചപ്പോ ഇങ്ങനെയൊക്കെ നടന്നു. ഇങ്ങോട്ടുള്ള പൊറുതി വേണ്ടായിരുന്നു. ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? എല്ലാം ശരിയാവും അമ്മേ. അമ്മയുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം ചെയ്യിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചക്കരെ. ആ, ശരി. വാ മോനെ. ദാ മോനെ. എന്താടാ അത്? അവളയച്ച കത്താണോ? അല്ല, അവൾക്ക് വേണ്ടി വക്കീലയച്ച നോട്ടീസാ. ഡിവോഴ്സ് നോട്ടീസ്. ഈശ്വര, അപ്പം കാര്യങ്ങൾ അതുവരെ എത്തിയല്ലേ? അച്ഛാ, ഈ ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞാ എന്താ? അതൊന്നും പറഞ്ഞാ മോനിപ്പോ മനസ്സിലാവില്ലടാ. ഈ ഡ്രമാറ്റിക് അച്ചീവ്മെന്റിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ മിസ്സിസ് മഞ്ജുവിന് നൽകുന്നു. And it will be unfair from the part of the company if we don't reciprocate the hard work she has put in. മിസ്സിസ് മഞ്ജുവിന്റെ കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും കുറച്ചു കാണാൻ കഴിയില്ല. സോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഡിയർ ബോർഡ് മെമ്പേഴ്സ്, ഇന്നു മുതൽ മിസ്സിസ് മഞ്ജുവിനെ ഞാൻ ഈ കമ്പനിയുടെ GM ഓപ്പറേഷൻസ് ആയി പ്രമോട്ട് ചെയ്തിരിക്കുന്നു. So that's all for the board meeting today. Meeting dispersed, okay? Thank you, sir. Excuse me, Manju. 1 minute, please. Sit down. Are you happy? Yes, sir. Mrs. Manju, ഞാൻ പറയാൻ മറന്നു. വരുന്ന ബുധനാഴ്ച ഞാൻ മൂന്നാറിലേക്ക് പോവുകയാണ്. പ്യൂർലി ഒഫീഷ്യൽ. മഞ്ജു എന്നോടൊപ്പം വരണം. You got me right? And before we leave, the project report should be ready. സർ, ഞാനതൊരു പ്രിലിമിനറി ഔട്ട്ലൈൻ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. No. അതുപോരാ. By tomorrow morning 10 AM, it should be ready on my table. Okay? മഞ്ജുവിന് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോയപ്പോ. മേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റാ. അത് മിസ്സിസ് ജാനറ്റ് അല്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നമ്മുടെ ആളാ. ഓക്കെ സർ. അപ്പൊ എന്തേമേ? വന്ന പാടെ കയറി കിടക്കണതാ, ഒന്നും കഴിച്ചിട്ടുമില്ല. അതെന്താ, അവന് വിശപ്പൊന്നുമില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ പാവം കുഞ്ഞ്, ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കുക അവനെ?
അതുപോരാഞ്ഞ് സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ. എന്താ ചെയ്യുക? ഞങ്ങളുടെ ഒരു വിധി. സ്കൂളിൽ നിന്ന് വന്നപ്പം മുതല് അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധ. അവന് നല്ല വിഷമമുണ്ട്. കുറെ കരഞ്ഞു, പിന്നെ ഉറങ്ങി. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുപോ. നീ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവനെ. ശരി അച്ഛാ. നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. സാധാരണ 6 മണിക്ക് മുൻപേ എത്താറുള്ളതാ. ആ, ഇന്ന് ഓഫീസിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞു ലേറ്റ് ആവൂന്ന്. ഏതോ പ്രോജക്റ്റ് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് പോലും. ശരി മാഡം, എന്നാ ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കാണാൻ പറ്റുമോ ആവോ? പേടിച്ചു പോയോ? പ്ലീസ് മഞ്ജു, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ഐ ഗോട്ട് ആൻ ഐഡിയ. ഇന്ന് രാത്രി നമുക്കിവിടെ കൂടിയാലോ? ഐഡിയാസ് നോട്ട് ബാഡ്. യെസ്, ബട്ട് ഞാൻ അത്രക്കാരിയല്ല. കം ഓൺ, ഞാൻ അത്രക്കാരനാണോ? മഞ്ജു കേട്ടിട്ടില്ലേ, ഓപ്പർച്യൂണിറ്റി മേക്സ് ദ തീവ്. സമയവും സന്ദർഭവും ഒത്തുവന്നാൽ ആരും മോഷ്ടിക്കും. ഇത്തരം ഒരു അവസരം ദൈവമായിട്ടുണ്ടാക്കിയതാണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചോട്ടെ. പ്ലീസ് മിസ്സിസ് മഞ്ജു, ദിസ് ഈസ് ചീറ്റിംഗ്. ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. വാട്ട് യു മീൻ? വസുന്ധരയോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായി പറഞ്ഞ് ഫിക്സ് ചെയ്തതാണ്. എന്നിട്ടിപ്പോ അത് സാർ അവരോട് തന്നെ ചോദിച്ചാൽ മതി. അമ്മേ, അമ്മേ വീട്ടിൽ പോ. അമ്മേ വാ മോളെ, വണ്ടി കയറ്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഇവളിതാരടി? വല്ല ദഹനക്കേടും ആയിരിക്കും. വേറെ വല്ലതും ആണോന്നാ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയുള്ള കാലം ഗോവിന്ദൻകുട്ടിയുടെ ചെലവിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം. പൊട്ടിപ്പെണ്ണ്. നിരോഷ, കൺഗ്രാറ്റുലേഷൻസ്, റിസൾട്ട് പോസിറ്റീവ് ആണ്. Sorry, Nirosha. I can't meet you now. I'm driving down to the airport. I'll call you back. Billy? Billy? ആ, എന്താ നിരോഷേ? എനിക്ക് സാറിനെ ഒന്ന് കാണണം. പുതിയ ട്രാപ്പ് വല്ലതാണോ? എനിക്ക് സംസാരിക്കണം. അല്ല, ഇനിയിപ്പോ ട്രാപ്പ് ആണെങ്കിൽ പോലും എനിക്ക് ഭയമൊന്നുമില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ ആരെ ഭയക്കണം? എന്തിനെ ഭയക്കണം? പറഞ്ഞോളൂ, എവിടെ വരേണ്ടത്? എന്റെ വില്ലയിൽ ഷോപ്പ് 2. ഗോവിന്ദൻകുട്ടി സാറല്ലേ? അതെ, എങ്ങനെ അറിയാം? കൊള്ളാം, സാർ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയില്ലേ?
ടിവിയിലും പത്രത്തിലും ഒക്കെ സാറ് നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നോ? പിന്നെ എങ്ങനെ അറിയാതിരിക്കുന്നേ? ആ സാറ് നേരത്തെ എത്തിയോ? ഇല്ല. അല്ല, നിങ്ങള് കീരിയും പാമ്പും അല്ലായിരുന്നോ? ഇപ്പൊ പിന്നെയും കൂട്ടായോ? അതെ അതെ, ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. അമ്മച്ചി മറക്കാതെ വരണേ. ഓ, ഇപ്പൊ നമ്മളാ കുറ്റക്കാരൻ. അല്ല, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? വരണം, അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, നമ്മളിപ്പോ പ്രമാദമായ ഒരു സ്ത്രീപീഡന കേസിലെ പ്രതിയും ഇരയുമാണ്. നമുക്കിവിടെ നിൽക്കാം. കുട്ടി പറഞ്ഞോളൂ. ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ സാറിന് പ്രയാസമായിരിക്കും, പക്ഷേ സാറത് വിശ്വസിച്ചേ പറ്റൂ. പോലീസിന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. കീഴടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. മാപ്പ് ചോദിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. ആരുടെയൊക്കെയോ കയ്യിലെ വെറും ഒരു പാവയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോ അവരെവിടെ? നഷ്ടപ്പെട്ടത് എനിക്ക് നിനക്കും മാത്രം. തിരിച്ചു പിടിക്കാനാവാത്ത വിധം നിന്റെ ജീവിതം തകർന്നു, എന്റെയും. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. മഞ്ജു എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നുപോയി. സാറ് വിഷമിക്കണ്ട, മഞ്ജു ചേച്ചിയോട് ഞാൻ സംസാരിക്കാം. ചേച്ചിയെ സാറിന്റെ കൈ പിടിച്ചേൽപ്പിച്ചിട്ടേ ഞാൻ പോലീസിൽ കീഴടങ്ങൂ. ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടല്ലോ നിനക്ക്, അത് മതി. എന്താ നിരോഷേ? ഗോവിന്ദൻകുട്ടി സാറ് എന്നെ കാണാൻ വന്നിരുന്നു. കേസ് പിൻവലിച്ച് മാപ്പാക്കണമെന്നും പറഞ്ഞ് കാല് പിടിച്ചോ അയാള്? കാല് പിടിച്ചു എന്നുള്ളത് നേര്, പക്ഷെ അത് ഞാനാ ചേച്ചി. ഗോവിന്ദൻകുട്ടി സാർ പാവാ. സാർ ഈ നിമിഷം വരെ എന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല. ആ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചതാ. ഗോവിന്ദൻകുട്ടി സാറ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ സാറിനെ കേസിൽ പെടുത്തിയതാ. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. നിരോഷ!